ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർജിനെ കുറിച്ച് തന്നെയാണ്. നമ്മൾ പല കുറി കേട്ട ഒരു കാര്യമാണ്. സൂം മീറ്റിങ്ങിലൂടെയൊക്കെ ഷിബു എബ്രഹാം പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഞാൻ 70 ലക്ഷം രൂപ ഈ കമ്പനിയുടെ കേസ് ആവശ്യത്തിന് വേണ്ടി എൻ്റെ സ്വന്തം പണം ഞാൻ ചെലവഴിച്ചിട്ടുണ്ട് എന്ന്. അത് ഇടയ്ക്കിടെ അത് പലരും പറഞ്ഞ് കേട്ടതുമാണ്. ഷിബു സാർ 70 ലക്ഷം കൊടുത്തു, 70ആണോ 75ആണോ, 70 ലക്ഷം കൊടുത്തു എന്ന്. അതുപോലെ മറ്റേത് ലീഡറുണ്ട് കൊടുത്തത് എന്നാണ് ചില ആൾക്കാർ മറ്റ് ലീഡർമാരെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഞാൻ ഈ വോയിസ് കേട്ടപാടെ തന്നെ ഈ കമ്പനിയുടെ CEO ആയ ശ്രീമതി ശ്രീന പ്രതാപനോട് ഞാൻ ഈ കാര്യങ്ങൾ ചോദിച്ചു. ഷിബു എബ്രഹാം കേസിൻ്റെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് 70 ലക്ഷം രൂപ തന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ കേസിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഷിബു എബ്രഹാം 70 ലക്ഷം ചെലവഴിച്ചു എന്ന് പറയുന്നതിൽ സത്യമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അതിന് എനിക്ക് കിട്ടിയ മറുപടി, എനിക്കിതിനെക്കുറിച്ച് അറിയില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ ഇവർ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ എന്തിനാണ് ഷിബു എബ്രഹാമിനെ പോലെ 1 വർഷത്തോളം കേസ് എന്ന് പറഞ്ഞ് പാവങ്ങളെ പറ്റിച്ച ഒരു ലീഡർ വീണ്ടും പാവങ്ങളെ പറ്റിക്കുന്നത്? ഞാൻ 70 ലക്ഷം ചെലവാക്കിയിട്ടുണ്ട്, നിങ്ങളിനി ചെലവാക്കിക്കൊള്ളൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇവർ നിരവധി തവണ 1000-ഉം 10,000-ഉം 100 രൂപയെങ്കിൽ 100 രൂപയും 50 രൂപയും ഒക്കെ കേസിൻ്റെ ആവശ്യത്തിന് വേണ്ടി ചലഞ്ച് എന്ന രീതിയിലൊക്കെ പിരിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ലീഡർമാർ പറയുന്ന പലതും ഇതുപോലെ പൊള്ളയായ കാര്യങ്ങളാണ്. ഈ കമ്പനിയുടെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ലീഗലായിട്ടുള്ള കമ്പനിയാണ്, ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റുള്ള കമ്പനിയാണ് എന്നൊക്കെ പറഞ്ഞാണ് നിങ്ങളെ ഇതിൽ പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ അവസാനം കേസ് അവസാനിക്കാൻ പോകുന്ന ഘട്ടത്തിലും ഇവർ പറയുന്നത് ഞാൻ ഇത്ര ലക്ഷം രൂപ കേസിന് എടുത്തു എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് ഇവരെയൊക്കെ നിങ്ങൾ കണ്ണും പൂട്ടി വിശ്വസിക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ബൈ.